ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ രണ്ട് സർക്കാർ ഓഫീസുകളിൽ പോയായിരുന്നു. ഒന്ന് വില്ലേജ് ഓഫീസിൽ, അതൊരു പോക്കുവരവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോയതാണ്. എന്നെ 3 തവണ നടത്തിച്ചു. 3 തവണയായിട്ട് നടത്തിച്ചു ഫ്രണ്ട്സ്. അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ആദ്യമേ തന്നെ അത് കൊടുത്തപ്പോൾ എല്ലാ രേഖകളും ക്ലിയറായിരുന്നു. ആദ്യം ഒന്ന് പറഞ്ഞു, ആ പേപ്പർ വേണം, ഈ പേപ്പർ വേണം, അതൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തു. രണ്ടാമതൊന്നുകൂടി എന്നെ ഇട്ട് നടത്തിച്ചു. ശരി, ഓക്കെ, നമ്മുടെ ഒരു ആവശ്യമല്ലേ. ഞാൻ വീണ്ടും ചെന്നു. എന്നിട്ടും അത് ശരിയാക്കി തന്നിട്ടില്ല. ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്തോ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ശരിയായോ ശരിയാക്കിയോ എന്നൊന്നും അറിയില്ല. എന്നെ വിളിച്ചില്ല, അവർ കോൺടാക്ട് ചെയ്തില്ല വില്ലേജ് ഓഫീസിൽ നിന്ന്. രണ്ടാമത് ഞാൻ റേഷൻ കാർഡ് മഞ്ഞക്കാർഡാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും മൈൻഡ് ചെയ്തില്ല ഇവരേതാണ്ട് ഭയങ്കര രഹസ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. എന്ത് കാര്യമൊന്നും എനിക്കറിയില്ല. സംതിങ് റോങ്. നമുക്കത് നോക്കാം, കരുതാം. അപ്പോൾ ഇവരുടെ ഈ മനോഭാവം വീണ്ടും ഇട്ട് നമ്മളെ നടത്തിച്ച് മടുപ്പിക്കുക. ഒരു ഭയങ്കര മൈൻഡാണ് അവരുടെ. മനഃപൂർവ്വം ചെയ്യുന്നതാണ് കേട്ടോ. പേപ്പറെല്ലാം ക്ലിയർ ആണെങ്കിൽ അവർക്ക് ചെയ്തു തരാനുള്ള കഴിവും അധികാരവും ഒക്കെ ഉണ്ട്. അതിനാണ് അവരെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളിട്ട് നടത്തിക്കുക മനഃപൂർവ്വം. അതുപോലെ തന്നെ സപ്ലൈ ഓഫീസിൽ ചെന്നപ്പോഴും ഇത് തന്നെ അനുഭവം. ആ പേപ്പറൊന്ന് മേടിക്കാനോ മൈൻഡ് ചെയ്യാനോ കൂട്ടാക്കിയില്ല. അവസാനം ഞാൻ ഒറ്റ ഡയലോഗ്, ചേട്ടാ ഇത് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളെൻ്റെ ഒന്ന് മേടിച്ച് ഒന്ന് നോക്കി വിളിക്കാം അറിയിക്കാം എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവിടെയൊക്കെ ആൾക്കാർ പറയും, സർക്കാർ കാര്യമല്ലേ, നടക്കും, ചെരുപ്പ് ഒരുപാട് തേയണം. ചെരുപ്പ് എന്താ, ഇവരാണ്, ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണ് നമുക്ക് മേടിച്ച് തരുന്നത്, നമ്മളല്ലേ മേടിക്കുന്നത്. ഇപ്പോൾ ചെരുപ്പ് ഒരുപാട് നടന്ന് തേയേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഏത് കാര്യവും ലീഗലായിട്ടുള്ളതാണെങ്കിൽ അത് നടത്തി തരണം. അതാണ് നിയമം. ഓക്കെ ഗൈസ്, ബൈ.